ഇതും സാധനം ജൈത്തൂനല്ലത് എന്തല്ല മോനത് എത്ര വന്ന് തുടുത്ത ജൈത്തൂൻ്റെ എണ്ണയാണിത്. സിക്കാണ് നല്ല നാട്ടു പോകുമ്പോൾ എടുത്തോ. ഏയ് നല്ല ഫലപുഷ്ടമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ശരീരത്തിനും എൻ്റെ കൊഴുപ്പൊക്കെ പോയിക്കോട്ടെ. ഇതുണ്ടല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. ദോശൻ്റെ മേലെ ഓട്ടറിൻ്റെ മേലെ പൊട്ടുണ്ടാക്കുമ്പോൾ പൊട്ടും കുറ്റിയിൽ ആളെ എടുത്തോ. എനിക്ക് ഓർമ്മയില്ലേ തൊടുത്ത മരത്തിൻ്റെ കനികളും ഇങ്ങെടുത്ത് ഞാനാണ്ട ഓളി കിടന്ന് അറിയണം. ഓക്കെ നാട്ടിൽ കൊണ്ട് പോയിട്ടാണ് ഞെട്ടണം ആൾക്കാർ. കാരണം ഗൾഫുകാരനാണ്. ഇല്ല ഇല്ല ആയിക്കോട്ടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ ഈ ട്രോൾ ചെയ്യുക കംപ്ലീറ്റ് നമ്മുടെ പെണ്ണുങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ വരുമ്പോൾ 2 പെട്ടി വേണം. ഒന്ന് ഉന്തണ പെട്ടി, മറ്റൊന്ന് കാർബണിൻ്റെ പെട്ടി. അതുപോലെ കാണുമ്പോൾ ഇതുള്ളൂ. മിക്സിങ് കച്ചവടം ഞാൻ പോവാം. 1 2 3 4 5 എത്രയാണ് ഓൾറെഡി അങ്ങനെ തന്നെ അവിടെ അന്നൊന്നും ഒരേ പാക്കിങ്ങിലെ എടാ ഈ പ്രവാസികൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ നാട്ടിൽ കിട്ടും. നാട്ടിൽ കിട്ടാത്ത സാധനം ഞാൻ ഒറ്റയ്ക്ക് വാങ്ങുന്നില്ല. ഞാൻ കുറേശ്ശെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങുന്ന സാധനമാണ്. എന്തിനാ ഓ മതി നോക്കട്ടെ. ഇങ്ങനെയാണ് നമ്മള് പൈസ പോകുന്നത്. പെർഫ്യൂമാണ് ഇതെന്താ വീട്ടിലല്ലോ ഡോക്ടർമാർ കൊണ്ട് കൊടുക്കരുത് എന്നുള്ളത്. പിന്നെ ആർക്ക് വേണമെങ്കിൽ റീല് ആൾക്കാർ ഡോക്ടർമാർ തൊള്ള പൊട്ടിക്കണം. നിങ്ങളെ പോലത്തെ ഓരോരോ കവിതകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളതൊന്നും അനുസരിക്കണം ചെയ്യും. അടുത്തടുത്ത് ഇപ്പോൾ നമ്മൾ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത് നാട്ടിൽ പോകുമ്പോൾ പെട്ടി കൊണ്ടല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പൈസ ആയിട്ടാണ് പോകേണ്ടത്. മനസ്സിൽ നിറയെ സ്നേഹം പിന്നെ ഒരു സംസംഭവം ചീത്തപ്പഴം അതായിട്ട് ചെന്നാൽ മതി. ഇതങ്ങനെ കൊണ്ട് പോയോക്കാം. ഒരു 2 ലിറ്ററിൻ്റെ ക്യാനലാശ സംസംഭവവും ഒരു 10 രൂപ പാക്കറ്റ് ഈത്തപ്പഴം. പശുമുട്ടായി ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മുടെ ഗോമാതാവിൻ്റെ മുട്ടായി എപ്പോഴും അത് നല്ലതാണ്. ഗോമാതാവിനുള്ളയോ എണ്ണ എടുക്കണോ അല്ലടാ അവിടെ കിട്ടും. കാടെ കിട്ടും കാരണം തേനുണ്ടല്ലോ. ഫ്രെങ്കിൾസ് എടുത്ത പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടാണ്. 1 2 ഇത് നമ്മൾ ഫുള്ളാക്കിട്ടൊന്ന് പോകുള്ളൂ. ഓക്കെ ഒക്കെ വർക്കിടാ ചക്ക. 90കളുടെ പ്രവാസി പോകുമ്പോൾ ടാങ്ക് ഉണ്ടായിരുന്നു. അതൊന്നും ബസ്സിൽ വന്നാലും ഞാൻ ഡോട്ട് ചെയ്യുന്നത് കുടിച്ചോട്ട് ഞാൻ കൊണ്ടുപോയില്ല. അതാ പറഞ്ഞത്. ഈത്തപ്പഴം വേണ്ടല്ലോ എവിടെ ഹോൾസെയിൽ മാർക്കറ്റില് ചെറിയ അടിച്ച് നാട്ടിൽ പോയി കുട്ടായി ഇതൊക്കെ ഒഴിവാക്കി ഇത് കൊണ്ടുപോയി കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞത് അടുത്ത ലക്ഷം 10 എന്താ വില ഇതിന് 50 എത്തിപ്പഴത്തിന് അഫ്ഗാൻ്റെ അല്ലേ. അത് കൊണ്ടുപോയിക്കോ കുട്ടികൾ. അല്ല പെണ്ണുങ്ങൾക്ക് ബാഗ് വേണ്ടേ കൊണ്ടുപോലോ. ഓള് ഏതാ പരിഷ്കാരിയല്ലേ അല്ലേ. ഇന്നലെ മേലൊക്കെ ഒന്ന് പോയിക്കോ. മൊത്തത്തിൽ പൈസ അടിച്ചോ. പൈസക്കാരനാണ് നാട്ടിലേക്ക് പോവാണ്. മൊത്തം 1.5 കടിച്ചോ. 1 1.5 കടിച്ചോ. 1 1.5 കടിച്ചോ. ഒന്ന് വിശാക്കണ്ട. അത് ആളുണ്ടല്ലോ ഇവിടെ. ആളോ ടാങ്ക് അതേ വിളിച്ചോളും. ഇതിലേക്ക് ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ളതൊക്കെ വേണ്ടോ. സ്നിക്കർ ബൗണ്ടി ലാസ്റ്റ് പാല് കാശ് എടുക്കുന്നത്. കാരണം റൂമിൽ വരുമ്പോൾ പറഞ്ഞാൽ 1500 രൂപ സാധനം വാങ്ങുന്നതാണ്. അല്ലാതെ പ്രാന്തി നമ്മളത് ചെയ്തില്ല. നാട്ടിൽ പോകുമ്പോൾ പൈസ കയ്യിൽ വെക്കുന്നല്ലാണ്ട് ഇത് ഇവിടുന്ന് ആരെ കാണിക്കാനാണിത്. നമ്മളെ ചെയ്യൂടാ. ഞാൻ ഈത്തപ്പഴന്ന് ഫുള്ള് ഉപകാരമുള്ള ഈത്തപ്പഴന്ന് കംപ്ലീറ്റ്. ഇത് ഓക്കെ. ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യണ്ട. ഇപ്പോഴും പിന്നെ അതാ ഇത് കാലിയായി. പുതിയ ആള് ചെയ്യണോ എത്രയായി. 885 എന്തെടുത്ത ഈ സാധനമാണ്. ഇത് കുറേ എമർജൻസിയും ഒരു ഇസ്തിരിപ്പെട്ടിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഹലാസ്. അത് പൈസ നമ്മൾ നാളെ വാങ്ങും. ബാക്കി വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ഇതൊന്ന് ആലോചിക്കുന്നത് ഇല്ല. ഈ ഒരു ട്രോൾ സാധനത്തിന് പൈസ പോയ പോക്കും. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ സേവിങ്സിനെ പറ്റി ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഞാനവിടെ പൈസ ഇതാക്കും. ഞാൻ നാട്ടിലത്തെ ഒരു 25,000 സാധനം ചോദിക്കുമോ. 25 ഉറുപ്പ്യായി നാട്ടിൽ 25,000 ഉറുപ്പ്യാണ് 4 കീശ പോയി.
ഓ പേടിക്കണ്ട പേടിക്കണ്ട. എത്ര സാധനം കൂടെ കൂട്ടുന്നുണ്ട്. അത് 9 രൂപ. 9 ഇല്ല, എന്നാലും 9 മതി. ഇനി അടി അടിക്കാം. 50. എന്താ പാട് ഇപ്പൊ ആകെ 37 16 24 24 5 കൂട്ടിക്കോ. 5 35 കണക്കാണ്. അപ്പൊ നാളത്തെ പർച്ചേസിങ് ക്യാൻസൽ. ഓക്കെ, എല്ലാരും കേട്ടോ. എക്സ്ട്രാ എടുക്കണം. എന്നാലും ഒരു നാളത്തെ നോക്കി എടുക്കാം. അപ്പൊ എന്താ പോയി കിടന്നാ ഇതൊക്കെ ഒരാ കട്ടടി നീക്കിക്ക്. അതിന്റെ അടിക്ക് എല്ലാ സാധനം നീക്കിച്ചേ. സാധനം ഈ കട്ടടി കേക്ക്. ഞാൻ ഭംഗി എന്നാലും ഒന്നും ആയിട്ടില്ലല്ലേ കുട്ടികളുടെ